ഹായ് മലയാളീസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നല്ല തണുപ്പായിട്ടുണ്ട്. വീണ്ടും അത്ര വലിയ തണുപ്പില്ല, കാരണം -11 ആണ്. റിയൽ ഫീൽ ഏകദേശം 16 17 മറ്റാണ്. അപ്പോൾ അതിങ്ങനെ ടൈം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. രാവിലെ നോക്കുമ്പോൾ ആ ഒരു ഇതാണെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കും വേറെ, വൈകുന്നേരത്താകുമ്പോൾ വേറെ, അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. എന്തായാലും -25-30 ഒന്നും ആയിട്ടില്ല. ഈ ഒരു സമയം ജനുവരി ഫെബ്രുവരിയിലാണ് ഇവിടെ കട്ട് തണുപ്പുള്ള സമയം, അതായത് ഏറ്റവും തണുപ്പുള്ള സമയം. ആ സമയത്താണ് പുഴയിലെ വെള്ളമൊക്കെ തണുത്ത്, അതായത് കട്ട ഐസായി മാറും. അതായത് അപ്പോൾ നമ്മൾ വെള്ളം ലിക്വിഡ് ഫോമിൽ നിന്ന്, അതായത് അത് ലിക്വിഡ് ആയിരിക്കില്ല, പിന്നെ സോളിഡ് ആയിരിക്കും, ഐസായി മാറും. അപ്പോൾ നമുക്ക് ആ സമയത്തെ വീഡിയോസ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. അതിൽ നമ്മൾ, അതായത് ഈ പുഴയ്ക്ക് മുകളിലൂടെ നടന്നു പോവുക. അപ്പോൾ ആ സമയത്തൊക്കെ അതിന് മുമ്പ് നമ്മൾ ബോട്ടിലൂടെ അപ്പുറത്തേക്ക് പോയിരുന്നത്. തണുപ്പുള്ള സമയത്ത് നമുക്ക് അതായത് സുഖമായിട്ട് നടന്ന് പോവാം, കാർ ഓടിച്ചിട്ടും പോവാം. അത് ഡിപ്പെൻസ്, അത് ചെക്ക് ചെയ്തിട്ട് അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള തണുപ്പുള്ള സമയത്തും ഐസ് അത്രയും നല്ല ഇതായിട്ടിരിക്കുന്ന സമയത്തും നമുക്ക് വണ്ടി ഓടിച്ചിട്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോകാവുന്നതാണ്. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കത് നാട്ടിൽ അല്ലെങ്കിൽ തണുപ്പില്ലാതെ, അത്രയും കട്ട തണുപ്പില്ലാത്ത, തണുപ്പുള്ള എല്ലായിടത്തും പറ്റില്ല, അത്രയും കട്ട തണുപ്പില്ലാത്തടത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് മറ്റൊരു വിശേഷം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.